തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. വേനൽ കടുക്കുന്നതിനിടെ സാധാരണക്കാരന്റെ പോക്കറ്റ് കീറി ചെറുനാരങ്ങ വില. ചൂടിൽ നിന്ന് ആശ്വാസം തേടി നാരങ്ങ വെള്ളത്തെ ആശ്രയിച്ചിരുന്ന ജനങ്ങൾക്ക് കനത്ത തിരിച്ചടിയായിരിക്കുകയാണ് വിപണിയിലെ വിലക്കയറ്റം. ചില്ലറ വിപണിയിൽ നാരങ്ങയുടെ വിലക്കിട്ട് ഞെട്ടുകയാണ് ഉപഭോക്താക്കൾ. 5 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു നാരങ്ങയ്ക്ക് ഇപ്പോൾ ഗുണനിലവാരം അനുസരിച്ച് 10 മുതൽ 15 രൂപ വരെ നൽകണം. ഇതോടെ സാധാരണക്കാർ കിലോ കണക്കിന് നാരങ്ങ വാങ്ങുന്നത് നിർത്തി എണ്ണം പറഞ്ഞ് വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറി. നാരങ്ങയുടെ പ്രധാന സ്രോതസ്സുകളായ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് കുറഞ്ഞതാണ് വില ഉയരാൻ പ്രധാന കാരണം. അപ്രതീക്ഷിതമായി പെയ്ത മഴയും തുടർന്നുണ്ടായ കടുത്ത ഉഷ്ണവും നാരങ്ങ കൃഷിയെ സാരമായി ബാധിച്ചു. ചൂട് കാരണം പൂക്കൾ കൊഴിഞ്ഞുപോയത് ഉത്പാദനത്തിൽ വലിയ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. വേനൽക്കാലമായതോടെ ജ്യൂസ് കടകളിലും വീടുകളിലും നാരങ്ങയുടെ ആവശ്യം ഇരട്ടിയായി വർദ്ധിച്ചതും വിലക്കയറ്റത്തിന് ആക്കം കൂട്ടി. നാരങ്ങ വില വർദ്ധിച്ചതോടെ ഹോട്ടലുകളിലും തട്ടുകടകളിലും നാരങ്ങ വെള്ളത്തിന്റെ വില 10 രൂപയിൽ നിന്ന് 20ഉം 30ഉം രൂപയായി ഉയർത്തിയിരിക്കുകയാണ്. സാലഡുകളിലും മീൻ വിഭവങ്ങളിലും അഭിവാജ്യ ഘടകമായിരുന്ന നാരങ്ങ പലയിടത്തും മെനുവിൽ നിന്ന് അപ്രത്യക്ഷമായി തുടങ്ങി. നാരങ്ങയ്ക്ക് പകരം മറ്റ് മാർഗങ്ങൾ തേടേണ്ട ഗതികേടിലാണ് വീട്ടമ്മമാരും ചെറുകിട കച്ചവടക്കാരും. ചുരുക്കത്തിൽ നാരങ്ങയുടെ പുളി ഇപ്പോൾ നാവിലല്ല, സാധാരണക്കാരന്റെ പോക്കറ്റിലാണ് അനുഭവപ്പെടുന്നത്. അടുത്ത വിളവെടുപ്പ് സീസൺ എത്തുന്നതോടെ വില കുറയുമെന്ന പ്രതീക്ഷയിലാണ് വിപണി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.